ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഫർക്ക് ടെക് സോൺ. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് സബ്ജക്റ്റിലെ സെക്ഷണൽ വ്യൂയുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അഞ്ചാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നേ ബേസിക്സ് നമ്മൾ പഠിച്ചു. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് സെക്ഷണൽ വ്യൂസിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ ചെയ്തു. ഓക്കെ, ആര് വീഡിയോ 2, 3 ആൻഡ് 4 അത് സ്ഥിരമായിട്ട് സെക്ഷണൽ വ്യൂസിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒന്നിൽ നോക്കുക. പിന്നെ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഈ സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ 2 സെക്ഷണൽ വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ ഇതിൻ്റെ മുന്നേ ചോദിച്ചതൊക്കെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ സെക്ഷണൽ ടോപ്പ് വ്യൂ, അതായത് സെക്ഷണൽ എലിവേഷൻ അല്ലെങ്കിൽ സെക്ഷണൽ പ്ലാനാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് സെക്ഷണൽ പ്ലാനും സെക്ഷണൽ എലിവേഷനും രണ്ടും ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫിഗറിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്ഷണൽ പ്ലാനും സെക്ഷണൽ എലിവേഷനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ ഫിഗർ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ശരിക്കും നോക്കാം. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഒബ്ജക്റ്റിൽ എ എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ടോ, നിങ്ങളിവിടെ ഒരു ഒരു ആരോ മാർക്ക് കാണാം, ഉണ്ടോ, എ എന്ന് പറഞ്ഞ ആരോ മാർക്ക്. അതേപോലെ അതിൻ്റെ അറ്റത്തും എ എന്ന് പറഞ്ഞ ആരോ മാർക്ക് കാണാം. സോ ഇപ്പം ഇവിടെ ഈ ഒരു പ്ലെയിനിൽ എന്ന് പറഞ്ഞ ആ ലൈനിൽ കൂടെ കട്ട് ചെയ്താൽ കിട്ടുന്ന സെക്ഷണൽ വ്യൂ. ഇപ്പം എയിൽ കൂടെ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ഓക്കെ, സെക്ഷണൽ എലിവേഷൻ, കാരണം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് സെക്ഷണൽ എലിവേഷനാണ്. അതുപോലെ വേറൊരു സെക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ. 2 സെക്ഷനാണ് നമുക്ക് തന്നത്. മറ്റേത് ബി ആണ്, കണ്ടോ. ഓക്കെ, അടുത്ത സെക്ഷൻ എന്നാൽ ബി ആൻഡ് ബി. സോ ആ ഒരു ലൈനിൽ കൂടെ, അപ്പോൾ ആ ബി എന്നുള്ള ഈ ഒരു ലൈനിൽ കൂടെ കട്ട് ചെയ്താൽ കിട്ടുന്ന സെക്ഷണൽ വ്യൂ. അപ്പോൾ നോക്കാം, ആ ബി എന്നുള്ളത് ഏതാണ്, നമുക്ക് അതിൻ്റെ ആരോ നോക്കിയാൽ അറിയാം, അത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാവുന്ന സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂവും സെക്ഷണൽ സൈഡ് വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടോപ്പിൽ നമുക്ക് ജസ്റ്റ് വരച്ചാൽ മതി. ഇപ്പോൾ ടോപ്പിൽ നമുക്ക് സെക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂവും സെക്ഷണൽ സൈഡ് വ്യൂ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അറിയാം, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് വരയ്ക്കുക. നമ്മൾ ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, എന്നിട്ട് നമുക്ക് ഡോട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, അത് സ്ട്രെയിറ്റ് ആക്കി സോളിഡ് ലൈനാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആദ്യം എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഫിഗർ ഞാൻ ഇവിടെ 3D വ്യൂ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയുണ്ട് ഉണ്ടോ, ഈ ഒരു ഇതിലായി ഇങ്ങനെ ഫ്രണ്ട് വ്യൂ ഉണ്ടാവും അല്ലേ. ചെറിയൊരു ഒരു ഫിഗറാണ്, പക്ഷെ അതിൻ്റെ 2 ഭാഗം സെക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഫിഗറിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ നമുക്ക് ഡയമെൻഷൻ തന്നിട്ടുണ്ട്. 84 ആണ് ബേസിലെ ലെങ്ത് അല്ലേ. അപ്പോൾ 84 ഞങ്ങൾ വരയ്ക്കാൻ പോവാണ്. ലൈൻ വരച്ചു. ഇനി ഇവിടെ നമുക്ക് അറിയുന്നത് കണ്ടോ, ഏറ്റവും മുകളിൽ 36 ലൈൻ കൊണ്ടല്ലേ, അതാണ് ഈ 36 മുകളിലുള്ള ലൈൻ കണ്ടില്ലേ, 36 ലൈനാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു മിറർ ഇമേജ് ആണല്ലേ 2 ഭാഗത്തും. അപ്പോൾ നമുക്ക് ആദ്യം സെൻട്രൽ ലൈൻ വരയ്ക്കണം. അതാണ് ഈ മിറർ ഇമേജ് ആണ് നമുക്ക് അങ്ങനെ ആദ്യം ചെയ്യാം. നമ്മൾ സെൻട്രൽ ലൈൻ വരച്ചിട്ടേക്കാം. സെൻട്രൽ ലൈൻ വരച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സെൻട്രൽ ലൈൻ ഉപയോഗിച്ച് നമുക്ക് ബാക്കി കൺസ്ട്രക്ട് ചെയ്ത് വരാം ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് സെൻട്രൽ ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, സെൻട്രൽ ലൈൻ വരച്ചു. ഇനി നമുക്ക് ഈ ഒരു 36 ഏറ്റവും മുകളിൽ 36 ലൈൻ വേണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് അറിയണം. ഹൈറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്, ഹൈറ്റ് 42 ആണ്. ഓക്കെ, 42 ആണ്. നമ്മൾ 42 മുകളിലേക്ക് വരച്ചിട്ട് 42 മുകളിലേക്ക് വരച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈ 36 ലൈൻ 18 അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ മതി.
ഒരു 18 എടുത്തു, 18 എടുത്തു. ഓക്കെ, ഏറ്റവും മുകളിലത്തെ ലൈൻ വരച്ചു. ഇവിടെ ഏറ്റവും മുകളിലത്തെ ലൈൻ വരച്ചു. ഇനി താഴെ രണ്ട് ഭാഗവും 12 ഉണ്ട് അല്ലേ? ഇവിടെ ഒരു 12, ഇവിടെ ഒരു 12. ഓക്കെ, രണ്ട് സൈഡ് നമുക്കത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാം. 12, 12. ഇനി ഈ ഫിഗർ നിങ്ങൾക്ക് എക്സാമിന് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, നോട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല മിക്കവാറും. കാരണം ഇതിന് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യനിലും ആ ഒരു ലെങ്ത് ഇല്ല എന്നും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർ അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ലെങ്ത് തന്നെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഇതുവരെ ലെങ്ത് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് നമ്മളിവിടെ ഒരു ലെങ്ത് നമ്മൾ അസ്യൂം ചെയ്യാണ്, 18 എന്നുള്ളൊരു അസ്യൂം ചെയ്യാണ്. കാരണം ഇവിടെ 36 ഉണ്ട്. ഓക്കെ, 36 എന്ന് പറഞ്ഞാൽ 18 18 അപ്പോൾ ആ ഒരു ലെങ്ത് ഇവിടെ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 18 എടുക്കണമില്ല, വേണമെങ്കിൽ ഒരു 12 എടുക്കാം. ഓക്കെ, 12 കുറച്ചും കൂടെ കംഫർട്ടബിൾ ലെങ്ത് ആയിരിക്കും. കാരണം 84, 36 ഒക്കെ 12 പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 12ൻ്റെ ഒരു ഭാഗമാക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ, ഞാൻ 18 എന്ന് പറഞ്ഞത് എൻ്റെ ഒരു കോൺടാക്സിൽ പറഞ്ഞാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 12 നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഡയമെൻഷൻ ഏകദേശം നമുക്കൊരു ഫിഗർ വെച്ച് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 12 വെച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ ഒരു 12. ഞാൻ പറഞ്ഞ മനസ്സിലായി. അസ്യൂം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നതിൽ ഈ ഒരു ഫിഗറിൽ ഈ ലെങ്ത് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരച്ചപ്പോഴും ഈ ഒരു ലെങ്ത് ഞാൻ ഇവിടെ കൊടുക്കാഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അസ്യൂം ചെയ്തത് 12 ആയിട്ട് കേട്ടോ. സോ നമ്മളിവിടെ 12 ഇട്ടു. ഓക്കെ, ഇനി ഇത് ആ ഒരു ഇൻക്ലൈൻ ലൈൻ നമ്മൾ നേരെ ചേർത്താൽ മതി. നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അത് നമ്മൾ ചേർത്തു. ഇനി ഇവിടെ ഒരു ഹോളുണ്ട് അല്ലേ? ഇവിടെ കണ്ടൊരു ഹോളുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്. ഇവിടെ ഈ ഹോള് നമുക്ക് 15 mm വിട്ടിട്ടാണ് ഇതിൻ്റെ സെൻറ്ററുള്ള അല്ലേ? 15 വിട്ടിട്ടാണ് സെൻറ്ററുള്ള. സോ നമ്മളൊരു 15 mm മുകളിൽ നിന്ന് താഴേക്ക് വിട്ടു. ഓക്കെ, ഇതിൻ്റെ ഡയമീറ്റർ നമുക്കുള്ളത് 24 ആണ് കേട്ടോ. 24 ആണ് ഡയമീറ്റർ. നമുക്കവിടെ 24 ഡയമീറ്ററിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വ്യൂ ഉള്ളത്. മനസ്സിലായല്ലോ? ഇപ്പോൾ 24 ഡയമീറ്റർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ല, ഫിഗറിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഫിഗറിൽ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആ ഡയമെൻഷൻ വെച്ച് വരച്ചാൽ മതി. അപ്പോൾ ആസ് പെർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആ ഒരു ഫിഗർ ഡയമെൻഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ 12 ആക്കിയിട്ട് അസ്യൂം ചെയ്ത് വരച്ചത്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ഡയമെൻഷൻ അസ്യൂം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏതാണ്ട് ആ ഫിഗറിൻ്റെ ബാക്കിയുള്ള ഡയമെൻഷൻസ് നോക്കിയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ ആയി കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ പാസ് ഉണ്ട് അല്ലേ? കണ്ടോ, ഇതിൻ്റെ ലൈൻ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കിയാൽ കാണുന്നുണ്ടോ? കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. കണ്ടോ, ഇവിടെ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? അതുള്ളിൽ കൂടെ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കാണുന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താക്കണം? അത് ഡോട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ആ ലൈന് ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത് നോക്കാം. നമുക്കൊന്ന് ഫ്രണ്ട് വ്യൂ നമുക്കൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, ഫ്രണ്ട് വ്യൂ എടുത്ത് നോക്കുമ്പോൾ കണ്ടത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ലൈന് കണ്ടില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഈ വരച്ച അതേ ലൈനിൽ തന്നെയുള്ളത്, പക്ഷേ ഡോട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫിഗറാണ് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കാം? ഇത് മുഴുവൻ സോളിഡാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ അതങ്ങനെയല്ല, എന്തോ ഒന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഹിഡൻ ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ നമുക്ക് ഈ ഡോട്ട് വന്നതിനെ കൊണ്ട് എന്തായി?
അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ആ ഗ്യാപ്പ് എങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ലൈൻ അവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് വ്യൂ കണ്ടോ, ഈ ഒരു ഫ്രണ്ട് വ്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ കാണുള്ളൂ കേട്ടോ, ഇതേപോലെ കാണുള്ളൂ. പക്ഷെ നമുക്ക് ആ ഡോട്ട് ചെയ്തതിനെ കൊണ്ട് നമുക്ക് മനസ്സിലായി അവിടെ എന്തോ ഒരു റിസസ്സോ അങ്ങനെ എന്തോ ഒരു സംഗതി ഉണ്ട്, ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ വരച്ചു. ഇനി ഫ്രണ്ട് വ്യൂ നമുക്കൊന്ന് സെക്ഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, സെക്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട് വ്യൂ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് വ്യൂ സെക്ഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി മുറിക്കാൻ പോകണം. പകുതിക്കൽ വെച്ചിട്ടത് മുറിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ പകുതിക്കൽ വെച്ച് ഇങ്ങനെ മുറിച്ചിങ്ങനെ വരികയാണ്. ഈ ഭാഗമൊക്കെ പോവാണ് അതല്ലേ, അത് കട്ടായി. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്നത് നമ്മൾ ഇപ്പോൾ വരച്ച വ്യൂ തന്നെ ആയിരിക്കും കേട്ടോ. കണ്ടല്ലേ, ഇതേ വ്യൂ തന്നെ കിട്ടിയത്. പക്ഷെ എന്ത് സംഭവിച്ചു, അവിടെ നമുക്ക് ഉള്ളിലുള്ള ഡോട്ടഡ് ലൈൻ ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ സെക്ഷൻ വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്, നമ്മളിപ്പോൾ സെക്ഷൻ വ്യൂ വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് സെക്ഷൻ ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. അതിനുശേഷം എവിടെയാണ് ഡോട്ട് ഉണ്ടായത് ആ ഭാഗത്ത് കൂടി ആയിരിക്കും മിക്കവാറും നമുക്ക് ആ ബ്ലേഡ് പോയിട്ടുണ്ടാവും. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ആ ബ്ലേഡ് പോയത് ഇതിലൂടെയാണ്. കണ്ടില്ലേ, ആ ഡോട്ട് വരച്ചു കൊടുത്ത് കൂടിയാണ് നമ്മൾ ബ്ലേഡ് പോയത്. സോ നമ്മൾ എന്താക്കുക, അപ്പോൾ നമുക്ക് ആ ലൈന് കാണാം അല്ലേ. ലൈന് കാണുമ്പോൾ നമ്മൾ അത് ഡോട്ട് ഒഴിവാക്കി നമ്മളത് സോളിഡ് ലൈനാക്കി വരച്ചു. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ഇവിടെ നിന്ന് കൊടുന്ന് ഫ്രണ്ട് വ്യൂലാക്കിയിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് മുൻപ് ഉണ്ടോ, കട്ട് ചെയ്തതിന് മുൻപ് അവിടെ ഒരു ലൈൻ ഉണ്ടോ, ഇല്ല, ലൈനില്ല. ഉള്ളിൽ ലൈൻ ഉണ്ട് പക്ഷെ പുറത്തേക്ക് കാണില്ല. അതുകൊണ്ട് നമ്മൾ ഡോട്ടഡ് ആക്കി വരച്ചു അല്ലേ. ഇനി അത് നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള ലൈൻ ഇപ്പം വ്യക്തമായിട്ട് കാണാം. സോ നമ്മൾ എന്താക്കണം, അത് സോളിഡ് ലൈനാക്കി. ഇനി ബാക്കി ഭാഗം നമുക്ക് ഹാച്ച് ചെയ്യാം. അപ്പം ഹാച്ച് ചെയ്യുന്നതിൻ്റെ നമ്മൾ അതിൻ്റെ കമാൻഡ് ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, അത് ഹാച്ചായി മനസ്സിലായി. അപ്പോൾ അതിലൂടെയാണ് ബ്ലേഡ് പാസ് ചെയ്തത് കേട്ടോ. ഈ യെല്ലോ കളറിൽ കാണുന്ന അതിലൂടെയാണ് ബ്ലേഡ് പാസ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ല സംഭവം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു മുറിവ് വന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളതിനെ മുറിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ല അപ്പോൾ സംഭവം. ശരി, അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ ഒഴിവായി. ഫ്രണ്ട് വ്യൂ നമുക്ക് കഴിഞ്ഞു. ഫ്രണ്ട് വ്യൂ നമ്മൾ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് വ്യൂയിലോട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡ് വ്യൂയിലോട്ട് പോകുന്നെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ എന്താക്കുക, ഫ്രണ്ട് വ്യൂ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫിഗർ കണ്ടാൽ അറിയാം നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുണ്ടല്ലേ. അതൊക്കെ നമുക്ക് അറിയാമല്ലോ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ പ്രകാരം ഈ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കേണ്ടത് റൈറ്റ് സൈഡിലാണ്. അതൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ അത് അത്ര ഡീറ്റെയിൽ ചെയ്തിട്ട് പോകണ്ട. ഓക്കെ, നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് സർക്കിളും കൂടി നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സൈഡ് വ്യൂ നമുക്ക് എങ്ങനെ വരുന്നത് നോക്കാം. ഈ ഒബ്ജക്റ്റിൻ്റെ സൈഡ് വ്യൂ എങ്ങനെ വരും, ചെറിയ ഫിഗർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ. കേട്ടോ, ഇത്രയേ ഉണ്ടാവുള്ളൂ അല്ല, ഒരു യു വരച്ച പോലെ ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഇൻക്ലൈൻഡ് ലൈൻ കണ്ടോ, ഈ ഇൻക്ലൈൻ ലൈനൊക്കെ നേരെയായിട്ട് മാറും കേട്ടോ. ഇൻക്ലൈൻ ആയിട്ടുള്ള പ്ലെയിനൊക്കെ നേരെയായിട്ട് മാറുകയാണ്. നമുക്കൊന്നുകൂടെ തിരിച്ച് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നമ്മൾ സൈഡ് വ്യൂയിലേക്ക് ആക്കാൻ പോവാണ്. ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ക്ലിയർ ആയില്ല. ഓക്കെ, അതിന് നമുക്ക് വരയ്ക്കാം.
ഓൾറെഡി നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ആദ്യത്തെ ലൈന് വരച്ചു. ആദ്യത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അറ്റത്തെ ലൈനാണ്, കണ്ടോ, ഈ അറ്റത്തെ ലൈനാണ് ഇവിടെ ഞാൻ വരച്ചത്. ഇനി ഏറ്റവും അടിയത്തെ ലൈൻ എത്ര ഉണ്ട് നമുക്ക് ഇവിടെ അറിയാമല്ലേ, കണ്ടോ 42 തന്നിട്ടുണ്ട്, കണ്ടോ 42 ആണ് ടോട്ടൽ ലെങ്ത്ത് ഇവിടെ വിഡ്ത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 42 നമ്മളിവിടെ വരച്ചു. അത് നേരെ മുകളിലേക്ക് വരച്ചു. ഓക്കെ, ഇനി ഇവിടെ 2 ബ്ലോക്ക് ഉണ്ട്, കണ്ടോ, ഈ 2 ബ്ലോക്കാണ് ഇവിടെ കാണിക്കുന്നത്, 2 ബ്ലോക്കായിട്ട് കണ്ടില്ലേ, ഈ 2 ബ്ലോക്കാണ്. ആ ബ്ലോക്കിന് വിഡ്ത്ത് എത്രയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് 15 mm തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 15 വരയ്ക്കുക. ആ നേരെ ഇവിടെ വന്നിട്ട് മുട്ടുന്നത് കണ്ടോ, ആ ഒരു ബ്ലോക്ക് ഇവിടെ വന്നിട്ടാണ് മുട്ടുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ലൈനിലേക്ക് വരയ്ക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ആര് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് മുട്ടുന്നത്, ഇതിൻ്റെ എൻഡിലല്ലേ, കണ്ടോ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ. അപ്പോൾ അതേപോലെ നമുക്കിവിടെ നിന്ന് വരയ്ക്കാം. 15 അതിൽ കൊണ്ടൊന്ന് മുട്ടിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡ് വ്യൂ ഏതാണ്ടായി അല്ലേ. ഓക്കെ അല്ലേ, നമുക്ക് സൈഡ് വ്യൂ ഒന്നും കൂടെ ഇവിടെ നോറിൻ്റെ ചെയ്ത് നോക്കി നോക്കാം. ഈ ഒരു സൈഡ് വ്യൂ ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ സെൻട്രൽ ഹോള് കണ്ടോ, ഇവിടെ ഈ ഒരു ഹോള് 2 ബ്ലോക്കിലുണ്ട് അല്ലേ, കണ്ടോ, 2 ബ്ലോക്കിലും ആ ഹോളുണ്ട്. അതായത് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 2 ബ്ലോക്കിൽ നമ്മളത് കാണിക്കണം. അതെങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കതിന് ആദ്യം ഒരു സെൻട്രൽ എവിടെ അല്ലേ, ഈ സർക്കിൾ കണ്ടോ, ഇതാണ് ആ ഹോള്. ആ ഹോളിൻ്റെ സെൻട്രലിൽ കൂടിയാണ് നമുക്ക് ഇവിടെ പോകേണ്ടത് അല്ലേ. നമുക്ക് ആദ്യം സെൻട്രലിൽ നമുക്ക് അങ്ങോട്ടേക്ക് വരയ്ക്കാം. നമ്മൾ നീട്ടി കൊണ്ട് വരയ്ക്കാം. അപ്പോൾ അത് വരച്ചു അല്ലേ. ഇനി സിമ്പിളാണ്, നമുക്കിവിടെ ഹോളിൻ്റെ 2 അറ്റം നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ, അതിന് നേരെ കൊണ്ട് നമ്മൾ ഡോട്ടഡ് ലൈൻ വരച്ചാൽ മതി. നമുക്ക് കാണുന്നില്ലല്ലോ, നമ്മൾ ഡോട്ടഡ് ലൈൻ വരച്ചാൽ മതി. എല്ലാ ലൈനിനും നമ്മൾ ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഡോട്ടഡ് ആക്കുക. നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ ഡോട്ടഡ് ലൈൻ ആക്കിയിട്ട് വരയ്ക്കാം. അപ്പോൾ നമ്മൾ വരച്ചു. നമ്മൾ ഈ പ്രൊജക്ഷൻ ലൈനൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് കാണാം, അതൊരു ഒബ്ജക്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് വ്യൂ ആയി, ക്ലിയർ അല്ല. അപ്പോൾ നമുക്ക് സൈഡ് വ്യൂ ആയി. ഇനി നമ്മൾ എന്താക്കണം, നമുക്ക് സൈഡ് വ്യൂ നമുക്കൊന്ന് ഇവിടെ നോക്കാം. 2 സൈഡ് വ്യൂ. അപ്പോൾ ഈ സൈഡ് വ്യൂ ഞാൻ ഇവിടെ വരച്ചു. കാണാത്ത ഈ ഹോള് ഞാനിവിടെ ഡോട്ടഡ് ലൈറ്റ് വരച്ചു. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിൻ്റെ സെക്ഷണൽ വ്യൂ ആണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഇതിൻ്റെ സെക്ഷണൽ വ്യൂ ആണ് എങ്ങനെ വരുന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിന് സെക്ഷൻ ചെയ്യാനും പോകട്ടോ. നമുക്ക് ഈ ഒരു BB എന്ന് പറഞ്ഞ ആ ലൈനിൽ കൂടെയാണ് നമ്മൾ സെക്ഷൻ ചെയ്യുന്നത് കേട്ടോ. BB എന്ന് പറഞ്ഞ ആ ലൈനിൽ കൂടെയാണ്
നമ്മളിനി സെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരുടെ സെക്ഷൻ ആവുന്നത്. കണ്ടോ, നടു മുറിച്ച് വരിക, കണ്ടില്ലേ? അതാണ് ബാക്കി ഭാഗം ഉണ്ടാകുക. ഒന്നുകൂടി നോക്കി നോക്കാം. രണ്ട് ബ്ലോക്കിൻ്റെ നടുവിൽ ബി ബി എന്ന് പറഞ്ഞ ലൈൻ കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ബി ബി എന്ന് പറഞ്ഞ ലൈനിൽ കൂടെയാണ് ഇത് മുറിക്കുന്നത്, കണ്ടില്ലേ? സോ അത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകും അത് നമുക്ക് നോക്കി നോക്കാം. ഇനി എന്തും കൂടെ നമുക്ക് ലെഫ്റ്റ് വ്യൂ എടുത്ത് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇതേ വ്യൂ തന്നെയാണ് അല്ലേ? പക്ഷെ എന്തായി, ഇവിടെ ഡോട്ടഡ് ആയിട്ട് വരച്ചിരുന്ന ലൈന് കണ്ടോ, ഡോട്ടഡ് ആയിട്ട് വരച്ചിരുന്ന ലൈന് സോളിഡ് ലൈൻ ആക്കുക, കണ്ടില്ലേ? ഓക്കെ, ഇപ്പോൾ സോളിഡ് ലൈൻ ആക്കാൻ പോവാണ്. ഓക്കെ, സോ ഇനി ബാക്കി ഭാഗം നമുക്ക് ഹാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലൈൻസിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് എവിടെയും മിസ്റ്റേക്ക് ഒന്ന് നോക്കാം. ഉണ്ടോ, കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ മുറിക്കുന്നതിന് മുൻപ് അടിയിലൊരു ലൈൻ ഉണ്ടായിരുന്നു അല്ലേ? അടിയിൽ ലൈൻ ഉണ്ടായിരുന്നു, അതിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് മാറിക്കുന്നത് കണ്ടില്ലേ? ആ ലൈനിപ്പോൾ ഉണ്ടോ? ഇല്ല, കണ്ടില്ലേ? ആ ലൈനിപ്പോൾ ഇല്ല. അതിവിടെ പോയി നമുക്ക് 3D ആക്കി നോക്കാം, കണ്ടില്ലേ? ആ ഒരു ലൈൻ പിന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ഹോളിൻ്റെ രണ്ട് എൻഡ് മാത്രം ഇവിടെ കാണുന്നുള്ളൂ. ഓക്കെ, നമുക്കിവിടെ ഒരു ലൈൻ പിന്നെ നമുക്ക് വരുന്നേ ഇല്ല. നമുക്ക് ഇവിടെ മാത്രമേ ലൈൻ വരുന്നുള്ളൂ, കണ്ടില്ലേ? മനസ്സിലായില്ലേ സംഗതി? ഇപ്പോൾ ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പോൾ മുറിക്കുന്നതിന് മുൻപ് ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, മുറിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ആ ഹോളിൻ്റെ എൻഡ് മാത്രമേ കാണുന്നുള്ളൂ, കണ്ടില്ലേ? ഇപ്പോൾ ക്ലിയർ അല്ലേ? പിന്നെ ആ ഒരു ഓറഞ്ച് കളറിൽ കൂടെ പോയ ഭാഗം, അതാണ് ബ്ലേഡ് പോയ ഭാഗം, അത് നമ്മൾ ഹാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ ആൻഡ് സൈഡ് വ്യൂ നമ്മൾ എന്താക്കി, സെക്ഷൻ ചെയ്തു, ഹാച്ച് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. നമുക്ക് സെക്ഷൻ ചെയ്യണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ആ ടോപ്പിൽ നിന്ന് വരച്ചാൽ മതി. ആ ടോപ്പ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പം അതിന് മുൻപ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക താഴേക്ക്, എല്ലാ ലൈനിലും നമ്മൾ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. സർക്കിളിൻ്റെ എൻഡ് ഉണ്ടോ, ഏറ്റവും മുകളിലുള്ള പോയിന്റിൻ്റെ എൻഡ്, ഓക്കെ. ഇപ്പം നമുക്ക് ടോപ്പിൽ നോക്കി നോക്കാം. ക്വസ്റ്റ്യനിലെ ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, മുകളിൽ രണ്ട് റെക്റ്റാങ്കിൾ കണ്ടോ, 36-ൻ്റെ ഈ റെക്റ്റാങ്കിൾ ഉണ്ടാകും അല്ലേ? പിന്നെ ഇൻക്ലൈൻഡ് സർഫസ് നമുക്ക് എന്താവും, സ്ട്രെയിറ്റ് സർഫസ് ആയിട്ട് കാണും അല്ല, അപ്പുറം സ്ട്രെയിറ്റ് സർഫസ് ആയിട്ട് കാണും. പിന്നെ ബാക്കിയുള്ള ഈ ഒരു ഭാഗം അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നോക്കാം, കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ഇവിടെ നോക്കി നോക്കാം. ഇപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യനുള്ളത്. നമുക്ക് ഇതിൻ്റെ ടോപ്പ് എങ്ങനെ ഉണ്ടാവും, ഇതാണ് ഇതിൻ്റെ ടോപ്പിക്, കണ്ടില്ല? ഓക്കെ, സോ നമുക്ക് അത് പെട്ടെന്ന് നമുക്കൊന്ന് വരച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. നമ്മൾ ആദ്യം ഈ ഫുൾ റെക്റ്റാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 മണി കഴിഞ്ഞു. ഓക്കെ, പവർ ലൈൻ വരച്ചു.
ഇനി ഇതിൻ്റെ വിടുത്ത് എത്രയാണ് നമുക്ക് 42 ആണ് നമുക്കറിയാം അല്ലേ. സൈഡ് വ്യൂവിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും ടോപ്പ് വ്യൂവിൻ്റെ വിടുത്ത് ഉണ്ടാവുക. ഓക്കെ, അതെ. ഇനി നമുക്ക് വേണ്ടത് ഒരു സെൻറ്റർ ലൈനാണ്. ഓക്കെ, സെൻറ്റർ ലൈൻ വരച്ചു. ഇനി നമുക്ക് ഈ 2 ബ്ലോക്ക് ഉണ്ട് അല്ലേ, ഈ 2 ബ്ലോക്ക് ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് വരച്ചു വെക്കാം. ആ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതിൻ്റെയും പ്രൊജക്ഷനാണ്. കണ്ടോ, ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊജക്ഷനാണ് നമുക്കിവിടെ ബ്ലോക്കായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ലൈൻ എടുത്ത് അത് പ്രൊജക്ഷനിൽ വന്നു. താഴേക്ക് എത്ര കോണം? ഇവിടെ 15 mm ആണ് ഓരോന്നിൻ്റെ വിടുത്തല്ലേ. അപ്പോൾ 15 താഴോട്ടേക്ക് എടുക്കുക. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെ മുകളിലത്തെ ഈ എഡ്ജ് ഉണ്ടാവും. കണ്ടോ, ഈ എഡ്ജ് ഇവിടെ കാണുന്നത്. ഈ എഡ്ജാണ് ഏറ്റവും മുകളിൽ കണ്ടില്ലേ. അപ്പോൾ അവിടെ കൂടെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞാൽ. ഓക്കെ, അതെ. ഇനി നമുക്ക് ഹോള് കാണുന്നില്ല അല്ലേ. നമുക്ക് ഹോള് നോക്കി കാണൂല, അതുകൊണ്ട് അവിടെ ഡോട്ടഡ് ലൈൻ. അപ്പം അതും ആ ബ്ലോക്കിൽ മാത്രമുണ്ട്, എല്ലായിടത്തൊന്നും ഇല്ല. 2 ബ്ലോക്കിൽ മാത്രമാണ് അതുള്ളത്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് വരയ്ക്കരുത്. ഓക്കെ, അത് നമ്മൾ ഡോട്ടഡ് ലൈൻ ആക്കിയിട്ട് മാറ്റാം കേട്ടോ. ഓക്കെ, നമ്മളുടെ ആ ഒരു ഫിഗറായി. ഇനിയിപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നോക്കി വെക്കാം എങ്ങനെ ഉണ്ടാകുന്നുള്ളത്. കണ്ടോ, നമ്മളുടെ ആ ഒരു ഫിഗർ അവിടെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ ബ്ലോക്ക് താഴെയും കൂടി ഉണ്ടാവും, ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ടോപ്പ് നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതേ ഒരു ഫിഗർ ഓക്കെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മൾ എന്താക്കണം, താഴെ റിപ്പീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ താഴെ ഇതേമാതിരി നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആയി. ഓക്കെ, ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ, തിരിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ഏതൊക്കെ കാണും എന്നുള്ളതൊക്കെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു 5 വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നെയിമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി ഷീറ്റ് വരയ്ക്കുന്ന കാര്യം അത് നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യണം. എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാ ക്ലാസ്സിൽ നിങ്ങളിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്കിനി പഠിക്കേണ്ടത്. ഷീറ്റ് നമുക്ക് എങ്ങനെ വരച്ച് തുടങ്ങാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഐസോമെട്രിക്കിൻ്റെ ഒരു ക്ലാസ് സീരീസ് ഇത് ചെയ്തിട്ടുണ്ട്, മൾട്ടി വ്യൂ ചെയ്തിട്ടുണ്ട്, ഓക്സിലറി സെക്ഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഷീറ്റിൽ എങ്ങനെ വരയ്ക്കാമെന്നുള്ളതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് വരും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓണാക്കി വെക്കുക. അപ്പോൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ ഏതാണ് സെക്ഷണൽ വ്യൂസിൻ്റെ എല്ലാ വ്യൂസും നമ്മൾ ഏതാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് 5 ക്ലാസ് കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് സെക്ഷണൽ വ്യൂ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ വീഡിയോ 2-3 പ്രാവശ്യം ഒന്ന് കണ്ട് അത് ഫസ്റ്റ് മുതൽ ഒന്ന് വരച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നാലും സംഭവം നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ ബൈ.